ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ അറബി പരീക്ഷ ഏറ്റവും അവസാനത്തെ സമയത്ത് നാളെ നടക്കാനിരിക്കുകയാണ്. സോ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയതല്ലേ, എന്തൊക്കെയാണ് എക്സാമിന് വരിക. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 6 യൂണിറ്റുകളിലായിക്കൊണ്ട് ഏകദേശം 15ഓളം ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പഠിച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് എന്തായാലും ആനുവൽ എക്സാമിന് വരാൻ സാധ്യത ഉണ്ട് എന്ന് സാറിന് തോന്നുന്ന ചില ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാർ എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ആനുവൽ എക്സാമിന് കടക്കുമ്പോൾ അത് ഏറ്റവും അവസാനത്തെ ഭാഗത്ത് മാത്രം നിൽക്കില്ല, ടെക്സ്റ്റ് ബുക്കിൻ്റെ മുഴുവൻ ഭാഗത്തെയും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ കൂടുതൽ സാധ്യത. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് പ്രോഗ്രാം നോട്ടീസ്, ബർനാമിജ് തയ്യാറാക്കുക എന്നുള്ളത്. ഓക്കെ, ബർനാമിജ് പല രീതിയിലും ചോദിച്ചേക്കാം. എന്തായാലും ബർനാമിജുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നാളത്തെ നിങ്ങളുടെ 9ാം ക്ലാസ്സിൻ്റെ അറബി പരീക്ഷയിൽ വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഒരു ഹിവാർ. അറബി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഹിവാർ നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരാളുമായിക്കൊണ്ടൊരു ഹിവാർ നടത്താൻ വരാനുള്ള ക്വസ്റ്റ്യൻസ് സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ പല കുട്ടികളും പറയും ഹിവാറൊക്കെ ഞങ്ങൾ ഏതെന്ന് വെച്ചിട്ട് പഠിക്കുക, എങ്ങനെ പഠിക്കുക, എന്താ എഴുതുക, ഏത് ഹിവാർ ചോദിച്ചാലും എങ്ങനെ എഴുതുക എന്നുള്ള എല്ലാ ട്രിക്കുകളും ഇന്ന് രാത്രി നടക്കുന്ന 8 മണിക്ക് നടക്കുന്ന നമ്മളെ ലൈവിൽ പ്രത്യേകം ഞാൻ പറയും. ഓക്കെ, ഇനി മറ്റൊന്ന്, ഒരു സ്പീച്ച് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പോൾ ഒരു സ്പീച്ച് ചോദിച്ചേക്കാം, കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു സ്പീച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യന് ഗ്രാമറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഗ്രാമർ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ഗ്രാമറിനെ ബേസ് ചെയ്തുകൊണ്ട് ഫില്ല് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഗ്രാമർ അറബി ഭാഷയിൽ മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നാണ്. സോ ഈ ക്വസ്റ്റ്യൻ എന്നല്ല, ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, എന്തായാലും ഉണ്ടാകും. മറ്റൊന്ന്, നമുക്കൊരു മുദക്കിറത്ത് അല്ലെങ്കിൽ ഫിക്രത്ത്, കുറിപ്പോ പാരഗ്രാഫോ ബയാനോ, ഈ മൂന്നിലൊന്ന് എഴുതാനുള്ള 1-2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ഉണ്ടാകും. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ആ മേഖലയിൽ നിന്ന് ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യും, ഉണ്ടാകും. പാരഗ്രാഫ് മാറ്റി വെച്ചുകൊണ്ടുള്ള അറബി പരീക്ഷ ഉണ്ടാവില്ല. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്തായാലും അറബി എക്സാമിൽ സ്ഥിരമായി വരുന്ന, അല്ലെങ്കിൽ +2 വരെയുള്ള എല്ലാ ക്ലാസ്സിലും വരുന്ന ക്വസ്റ്റ്യനാണ്. ഒരു പാരഗ്രാഫ് തരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാം, ആ ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താനോ, അതല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തരുന്നു, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനോ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് വരാം. അതും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത ക്വസ്റ്റ്യനാണ്. പിന്നെ മറ്റൊന്ന്, നിങ്ങൾക്ക് എപ്പോഴും ഫസ്റ്റ് വരാൻ സാധ്യത ഉള്ളത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോട് ഏതെങ്കിലും ഒരു പാഠഭാഗത്തോട് കണക്ഷൻ ഉള്ള ഒരു പാരഗ്രാഫ് കൊടുക്കുകയും അതിൽ നിന്ന് നമ്മളോട് മാലി മുലാരി, ജംഅ് മുഫ്രദ്, മുത്തറാദിഫുൽ ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതും വരാൻ വളരെ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കാണാൻ കഴിയും. മറ്റൊന്ന്, കവിതയുടെ മീനിങ് കൊടുത്തുകൊണ്ടോ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റായി കൊടുത്തുകൊണ്ടോ, കവിതയിലെ ലൈനിനെ കൊടുത്തുകൊണ്ടൊക്കെ അത് മാച്ച് ചെയ്യാനുള്ള, അതിൻ്റെ മീനിങ് കണ്ടെത്താനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന്, പോസ്റ്റർ നിർമ്മിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട്. ഏതെങ്കിലും ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോസ്റ്റർ ഉണ്ടാക്കാനുള്ള ചോദ്യവും വരാം. ഓക്കെ, മറ്റൊന്ന്, അഹ്മിയത്തുൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറിപ്പ്, ഒന്നെങ്കിൽ യുദ്ധത്തെ, സമാധാനത്തിനെ കുറിച്ച് വരാം, യുദ്ധത്തിനെതിരെ വരാം, അതല്ലെങ്കിൽ വെള്ളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരാം. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങളെ ഓരോ യൂണിറ്റിലും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആയതുകൊണ്ട് അതും വളരെ സാധ്യത ഉണ്ട്. 1-2 ടോപ്പിക്ക് വരാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഒരു പാരഗ്രാഫ് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ജനറലൈസ് പാരഗ്രാഫ് തരുന്നു, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് ചോദ്യം ഉണ്ടാക്കാൻ ചോദിക്കും. ഇതും അറബി ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. സോ 9ാം ക്ലാസ്സിലെ നാളത്തെ പരീക്ഷയിലും ഇങ്ങനത്തെ ഒരു ചോദ്യവും ഉണ്ടാകാമെന്നുള്ളതാണ്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരഗ്രാഫ് തരുന്നു, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ ഫസ്റ്റ് ഭാഗത്തുള്ളതാണെങ്കിലും ആ ഭാഗത്ത് നിന്ന് ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഖിസ്സ ദാത്തിയ, ആത്മകഥ എഴുതാൻ. ഏതെങ്കിലും ഭാഷയെ കുറിച്ചിട്ട്, അറബി ഭാഷയാകാം, മലയാളമാവാം, വേറെ ഏതെങ്കിലും ഭാഷയെ കുറിച്ച് എന്ത് ചെയ്യാം, കുറച്ച് പോയിന്റ്സ് ഒന്നും കണ്ട് ആത്മകഥ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വരാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ചിലപ്പോൾ ഏതെങ്കിലും സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ഭാഗങ്ങൾ മാച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് തർത്തീബാക്കാൻ, അല്ല ക്രമത്തിൽ എഴുതാനുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് ഫസ്റ്റ് ഭാഗത്തിൽ പ്രധാനപ്പെട്ട ഗ്രാമറാണ് ജമ്മ് മുഅന്നസ് സാലിം, മുഅന്നസ് ആയിട്ടുള്ള ജമ്മ്, ഇത് വരാൻ സാധ്യതയുള്ള ഒരു ഗ്രാമറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എത്രയൊക്കെ ടഫാക്കിയാലും അല്ലെങ്കിൽ എത്രയൊക്കെ ക്വസ്റ്റ്യൻ മാറ്റാൻ ശ്രമിച്ചാലും നിർബന്ധമായിട്ടും വരാൻ സാധ്യതയുള്ള
കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സാറ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസറുകളും മാത്രമല്ല ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യത ഉള്ളതെന്നുള്ള മുഴുവൻ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ലൈവ് ഇന്ന് വൈകുന്നേരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരാനിരിക്കുകയാണ്. സോ നിങ്ങൾ രാത്രി 8 മണിക്ക് എല്ലാ ഫ്രണ്ട്സിനോട് നേരത്തെ തന്നെ എത്തണം. അതുമല്ല ഈ വീഡിയോ ചിലപ്പോൾ കാണുന്ന ആളുകൾ എജുപോർട്ടിൻ്റെ ക്ലാസ് ഇതിനു മുമ്പ് കണ്ട ആളുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിനു മുമ്പ് എജുപോർട്ടിൻ്റെ അറബി ക്ലാസ് കണ്ടിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, എക്സാമിന് അത് യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 9 മണിക്ക് കാണാം, 8 മണിക്ക് കാണാം. മറക്കില്ലല്ലോ. ബൈ, അസ്സലാമു അലൈക്കും.